ഹലോ എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് 2024 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ആയിട്ടാണ്. അതായത് നമ്മുടെ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് പെട്രോൾ. അപ്പോൾ അതിൻ്റെ അതായത് പുതിയ മോഡൽ സ്വിഫ്റ്റ് പെട്രോളിൻ്റെ നമ്മുടെ 2022 മോഡൽ സ്വിഫ്റ്റ് പെട്രോളിൻ്റെ ചെറിയൊരു കമ്പാരിസൺ. അതായത് മൊത്തം കമ്പാരിസൺ ഒന്നുമല്ല, അത് ഓടിക്കാൻ എങ്ങനെയുണ്ട്, എഞ്ചിൻ എങ്ങനെയുണ്ട്, ജസ്റ്റ് അത് മാത്രം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ചോദിക്കാനോ പറയണ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വല്ല സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ 2024 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വാഹനം വന്നപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഓടിച്ച് നോക്കിയപ്പോഴൊക്കെ കുഴപ്പമൊന്നുമില്ല. അതായത് 2-3-4 വാഹനങ്ങൾ ഓടിച്ചപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, വാഹനം ഉഷാറാണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പഴയ മോഡൽ നല്ല ഇഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റിലാണ് ഇഷ്ടം. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങ് അറിയില്ല. അതായത് ഇപ്പോഴത്തെ സ്വിഫ്റ്റ് പെട്രോൾ 3 സിലിണ്ടറാണ്. നമ്മുടെ പഴയ 2022 മോഡലൊക്കെ 4 സിലിണ്ടർ സ്വിഫ്റ്റ് പെട്രോൾ. അപ്പോൾ 4 സിലിണ്ടർ ആകുമ്പോൾ റിഫൈൻമെൻറ്റ് നല്ല റിഫൈൻമെൻ്റ് ആണ്. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. അതായത് അങ്ങനത്തെ ഒരു വെഹിക്കിളായിരുന്നു അത്. പക്ഷേ ഇതിപ്പോൾ 3 സിലിണ്ടറിലേക്ക് ആയപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്തിരി വൈബ്രേഷനും കാര്യങ്ങളും ഉണ്ട്, ചെറിയ സൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നല്ലതാണ്, അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എഞ്ചിൻ്റെ CC കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 1197 CC തന്നെയാണ് 2 സ്വിഫ്റ്റ് പെട്രോൾ. അപ്പോൾ ഈ സ്വിഫ്റ്റ് പെട്രോളിൽ പുതിയ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ഒരു സിലിണ്ടർ അങ്ങ് ഒഴിവാക്കിയിട്ട് 3 സിലിണ്ടറാണ്. ആ ഒരു മാറ്റമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പവറിലെ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്ന് കഴിഞ്ഞാൽ പോലും നമ്മളിപ്പോൾ നോക്കുക മൈലേജ് കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ന്യൂ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ഒരു സിലിണ്ടർ കുറവായതുകൊണ്ട് മൈലേജ് കൂടുതലാണ്. അപ്പോൾ ഈ വാഹനം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഫ്യൂൽ എക്കണോമി 17 കിലോമീറ്റർ ഇതിന് മീറ്റർ കൺസോളിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജിന് കാര്യം ഓക്കെയാണ്. പക്ഷേ പഴയ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ, അതായത് 2022 മോഡലൊന്നും മൈലേജ് കുറവാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ്, ഡീസൻറ്റ് മൈലേജ് അതും കിട്ടിയിരുന്നു. പക്ഷേ റിഫൈൻമെൻറ്റ് അങ്ങ് പോയി. അപ്പോൾ അതൊരു കാര്യം. ഇനി ഓടിക്കാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളും എന്തായാലും 2024 മോഡൽ നമ്മുടെ ന്യൂ മോഡൽ സ്വിഫ്റ്റ് പെട്രോളുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ജെർക്കിയും കാര്യങ്ങളൊക്കെ. പഴയ സ്വിഫ്റ്റ് പക്ക ബട്ടർ സ്മൂത്താണ്, സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആണെന്നുണ്ടെങ്കിലും. അതായത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അതായത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് ഓരോ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ന്യൂ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ഇത്തിരി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ മൈലേജിന് കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കേട്ടോ. അതായത് ഓട്ടോമാറ്റിക്കൽ ഗിയർ ഷിഫ്റ്റിംഗ് ഈ ന്യൂ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. നമ്മുടെ 2022 മോഡലൊക്കെ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് പെട്രോളിൽ അത്യാവശ്യം നല്ല ലാഗാണ്. അതായത് ഗിയർ മാറുന്നത്, അതായത് ഓട്ടോമാറ്റിക്കലിട്ട് ഓടിക്കുമ്പോൾ ഗിയർ മാറുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. അതിനേക്കാളും നല്ലത് മാനുവൽ മേടിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ഗിയർ മാറി പോകണതല്ലേ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അങ്ങനത്തെ ലാഗാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് താരതമ്യേന ലാഗ് വളരെ കുറവാണ്. അതായത് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉഷാറാണെന്ന് തന്നെ പറയാം. അതായത് മറ്റ് ബ്രാൻഡിലെ വാഹനങ്ങളെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പഴയ മോഡൽ 2022 മോഡൽ സ്വിഫ്റ്റും ഈ ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ആട്ടോ ചെയ്യണേ. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ സ്വിഫ്റ്റ് പെട്രോൾ ഒരുപാട് മുന്നിലാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഓടിക്കാനുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ പ്ലസ് പോയിന്റ്സ് തന്നെ ഉള്ളൂ. അതായത് മൈലേജ് കുറച്ച് കൂടുതലാണ്, ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായി. പിന്നെ ആ ഒരു പോരായ്മ കുറച്ച് റിഫൈൻമെൻറ്റ് കുറഞ്ഞു, കുറച്ച് സൗണ്ട് വന്നു, കുറച്ച് വൈബ്രേഷൻ വന്നു. അതാണ് പുതിയ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ. പക്ഷേ നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്, ഒന്നുകൂടി സേഫ്റ്റി കൂടിയ വാഹനങ്ങൾ. അതായത് എയർ ബാഗ്സിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ബോഡി സ്ട്രോങ് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് സ്വിഫ്റ്റ് അല്ലേ, ആ ഒരു രീതിക്ക് എന്തായാലും ഈ വാഹനമുള്ളൂ. എന്നാൽ പോലും എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ വല്ലാതെ പേടിക്കാനൊന്നുമില്ല. എന്നാലും കിട്ടണ പോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ ആ ഒരു രീതിയിൽ വിടാം. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയണം, നമ്മൾ എഞ്ചിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ എനിക്കിഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മോഡൽ ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ പുതിയ മോഡൽ ഇഷ്ടപ്പെട്ട് തുടങ്ങി, ലുക്ക് കൊണ്ടാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, ഇതിൽ ഈ സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണ് കാരണം കൂടി കമൻറ്റ് ചെയ്യുക. അതുപോലെ പഴയ മോഡൽ സ്വിഫ്റ്റ് ആണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ആ കാരണം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും കാറിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.